കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തലപ്പത്ത് പുതിയ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ചർച്ച കഴിഞ്ഞ 5 ദിവസമായി സജീവമാണ്. കുറെ നാളുകളായി കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറും എന്ന വാർത്തകൾ സജീവമായിരുന്നുവെങ്കിലും രാഷ്ട്രീയകാര്യ സമിതി ചേർന്നതിന് ശേഷമാണ് എന്ത് തന്നെയായാലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ശ്രീ കെ സുധാകരൻ മാറണം എന്ന വാദത്തിന് അതിശക്തമായ പിന്തുണ ലഭിച്ചത്. ഈ പിന്തുണ വളരെ കൃത്യതയോടുകൂടി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ദീപാദാസ് മുൻഷി നേതാക്കന്മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുകയും ചെയ്തു. രഹസ്യ സംഭാഷണത്തിലെല്ലാം കെ സുധാകരനെ മാറ്റണം എന്നാവശ്യപ്പെട്ട പല നേതാക്കന്മാരും പിന്നീട് അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായി പൊതുവേദികളിൽ ഇടം പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇപ്പോൾ ഇന്ന് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര യാത്ര ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുമ്പോൾ അത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായും കണ്ണൂരിന്റെ തട്ടകത്തിൽ നിന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്ന കെ സുധാകരൻ, അദ്ദേഹമാണ് ഇന്നത്തെ ഈ സമരജാഥയുടെ ഉദ്ഘാടന ചടങ്ങിലെ അധ്യക്ഷൻ. ആ അധ്യക്ഷ പദവിയിൽ നിന്ന് സുധാകരൻ മാറി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ സ്വാഭാവികമായും അത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ രൂഢമൂലമായി നിൽക്കുന്ന വ്യക്തിയാധിഷ്ഠിത അഭിപ്രായ വ്യത്യാസങ്ങളുടെ ശക്തമായ പ്രതിഫലനമായി മാറും എന്ന് പാർട്ടിക്കറിയാം. അതുകൊണ്ടാണ് സുധാകരന് അനുകൂലമായി ഹൈക്കമാൻഡിൽ നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായി എന്ന വാർത്ത പൊടുന്നനവെ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ അറിയുന്ന ഒരു കാര്യമുണ്ട്, സുധാകരന്റെ നാളുകൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് എണ്ണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം ധീരനായ പ്രസിഡന്റ് എന്ന പരിവേഷത്തോടു കൂടിയാണ് അധികാരത്തിലേക്ക് വന്നത്. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം പോലും കൃത്യതയോടുകൂടി നടത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി. വാർത്താ സമ്മേളനങ്ങളിൽ തന്റെ ചുറ്റും നിൽക്കുന്ന ആളുകളിലേക്ക് മുഖം തിരിഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ആ അഭിപ്രായങ്ങൾ മൈക്കിന് മുമ്പിൽ വിളിച്ചു പറയുകയും ചെയ്തു. ഇനി അഭിപ്രായം ഒന്നും ചോദിക്കാതെ ഘട്ടത്തിലാണ് അദ്ദേഹം വ്യക്തമായി ഉത്തരം പറയുന്നതെങ്കിൽ ആ ഉത്തരം പലപ്പോഴും വഷളായ രീതിയിലാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റും എന്ന കാര്യം ഉറപ്പായി വന്നപ്പോൾ അദ്ദേഹം വലിയ ഭീഷണി മുഴക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. താൻ MP സ്ഥാനം രാജിവെക്കും, അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ പാർട്ടി തന്നെ വിടാനുള്ള സാധ്യതയും കെ സുധാകരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങൾ ഭീഷണിയോടുകൂടി സംസാരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ BJPയുടെ ഉന്നത നേതൃത്വം താനുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് സുവ്യക്തമായി മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളയാളാണ് കെ സുധാകരൻ. RSSും BJPയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പലപ്പോഴും RSSനും BJPക്കും അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന കാര്യത്തിലും അദ്ദേഹം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, കെ സുധാകരനെ പോലുള്ള ഒരാളെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക, അങ്ങനെ മാറ്റിയാൽ അദ്ദേഹം പാർലമെന്റ് സ്ഥാനത്ത് നിന്ന്, അതായത് MP സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുക, തുടർന്നുണ്ടാകുന്ന ഭീഷണി എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പോലും അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കെ സുധാകരനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഭീഷണിക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങുന്നു എന്ന വാർത്ത. അതല്ലാതെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടം, 2026 നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇന്ദിരാഭവനിൽ പോലും കൃത്യതയോടുകൂടി പോകാനും യോഗങ്ങൾ സംഘടിപ്പിക്കാനും ഒരു പ്രസിഡന്റിന്റെ സാന്നിധ്യം ഇന്ദിരാഭവനിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയാത്ത ഒരു പ്രസിഡന്റിന് എന്തിനാണ് പ്രസിഡന്റ് സ്ഥാനത്ത് വിൽക്കുന്നത് എന്ന ചോദ്യം വളരെ സജീവമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പലപ്പോഴും ആർക്കും സാധിക്കുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ 2-3 ദിവസമായി കെ സുധാകരന് അനുകൂലമായി പ്രസ്താവന നടത്തുന്നത്. പക്ഷേ ആ പ്രസ്താവനയ്ക്കൊടുവിലും രമേശ് ചെന്നിത്തല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും ഒടുവിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്.
എല്ലാ തീരുമാനങ്ങളും നാളെ എടുക്കപ്പെട്ടാൽ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം ഹൈക്കമാൻഡിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ മുകളിൽ ചാരി വെക്കുകയും യഥാർത്ഥത്തിൽ സുധാകരൻ മാറണം എന്ന അഭിപ്രായത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുധാകരൻ മാറിയാൽ ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്നുള്ളതാണ്. അവിടെ പല നേതാക്കന്മാരും അവർക്ക് പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, ബെന്നി ബഹനാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ക്രൈസ്തവ നാമധാരികളായി ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശ് ഈഴവ നാമധാരിയായി ഇതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പേരു പോലും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഒരു സർവേ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ, നമ്മളിപ്പോ KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നൽകിയാൽ ഉടനടി അതിന് താഴെ വരുന്ന കമന്റുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ കമന്റുകളിൽ മഹാഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെടുന്ന ഒരേ ഒരു പേര് എന്ന് പറയുന്നത് ശ്രീ K മുരളീധരന്റെ പേരാണ്. മറ്റു ചില ആളുകൾ PC വിഷ്ണുനാഥിനെ പ്രസിഡന്റ് ആക്കണം എന്നാവശ്യപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ലിസ്റ്റിനകത്തുള്ള ഒറ്റ നേതാവിന് പോലും ഒരു 10 പേരുടെ പിന്തുണ ഇത്തരം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ വാർത്തകൾക്ക് തൊട്ട് താഴെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ്? K മുരളീധരന്റെ കൈപിടിച്ച് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഔന്നിത്യത്തിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പ്രവർത്തകന്മാരിൽ മഹാഭൂരിപക്ഷവും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കണ്ണോത്ത് കരുണാകരന്റെ മകൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി കടന്നു വരണം എന്നാണ്. കാരണം അതിന് പലതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അദ്ദേഹം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ലഭിച്ചത്. അതുകൂടാതെ ഇന്ദിരാഭവൻ എന്ന സ്വപ്ന തുല്യമായ ആസ്ഥാന മന്ദിരം അത് ഉണ്ടാക്കിയതിന് പിന്നിൽ കരുണാകരനായിരുന്നു. കരുണാകരന്റെ ലെഗസി ഇപ്പോഴും പേറി നടക്കുന്ന ശ്രീ K മുരളീധരൻ പല നിയമസഭാ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പലപ്പോഴും BJPയെ കേരളത്തിനകത്ത് പ്രതിരോധത്തിൽ ആഴ്ത്തിയത് എന്നതും വലിയ സത്യമാണ്. സ്വന്തം സഹോദരി BJPയിലേക്ക് പോയപ്പോഴും ആ സഹോദരിയെ സ്വന്തം പിതാവിന്റെ രക്തത്തിൽ പിറന്ന സഹോദരിയെ പോലും തള്ളിപ്പറഞ്ഞ് പാർട്ടിയുടെ ഔന്നിത്യം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന മുരളീധരന് കാവൽ നിൽക്കാൻ, ആ മുരളീധരനെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നേതൃത്വം വിമുഖത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അധികാര സ്ഥാനത്തേക്ക് വരുന്നവന്റെ ശക്തി അതാവശ്യമില്ല. മറിച്ച് ഒരു ഏറാൻ മൂളി പ്രസിഡന്റ് ഈ സ്ഥാനത്തുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന നേതൃത്വം കോൺഗ്രസിൽ കലശലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഒളിയമ്പിട്ട് നിൽക്കുന്ന ഒരേ ഒരു കാര്യം മുഖ്യമന്ത്രി പദവിയാണ്. പക്ഷെ മുഖ്യമന്ത്രി ആകണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എത്ര സീറ്റുകളിൽ വിജയിക്കണം, എന്താണ് കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് ആലോചിക്കാതിരുന്നിട്ടല്ല. നമുക്കറിയാം, തിരുവനന്തപുരത്ത് മിനിമം 10 സീറ്റെങ്കിലും കോൺഗ്രസ് നേടിയാൽ മാത്രമേ അധികാരത്തിലേക്ക് വരാൻ കഴിയൂ. ഇന്നത്തെ സ്ഥിതിയിൽ വിൻസെന്റിന്റെ സീറ്റ് ഒഴികെ കോൺഗ്രസിന് അധികാരത്തിലേക്ക് കടന്നു വരാൻ പിന്തുണ നൽകുന്ന ഏതെങ്കിലും ഒരു മണ്ഡലം തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ വലിയ പിന്തുണ നൽകിയ ജില്ലയാണ് തൃശൂർ. ആ തൃശൂർ ജില്ലയിൽ ഒരു DCC പ്രസിഡന്റിനെ നിയമിക്കാൻ പോലും മാസങ്ങളായിട്ട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് സാധിച്ചിട്ടില്ല. എന്താ കാര്യം? അവിടെ പ്രസിഡന്റ് ആകാൻ ആളുകളില്ലാത്തത് കൊണ്ടാണോ? വളരെ ശക്തമായി നിൽക്കുന്ന ഇപ്പൊ ജോസ് വെള്ളൂരിനെ പോലെ, അനിൽ അക്കരയെ പോലുള്ള, വിൻസെന്റിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ ആ ജില്ലയിലുണ്ട്. പക്ഷേ ആ ജില്ലയിലെ പ്രസിഡന്റ് തന്റേതാകണം എന്നാഗ്രഹിക്കുന്ന നേതാക്കന്മാർ തമ്മിലുള്ള മാത്സല്യമാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിനെ ഇത്രമേൽ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ചെന്നെത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഓരോ ജില്ലകളിലെ രാഷ്ട്രീയത്തിൽ പോലും നേതാക്കന്മാർ പരസ്പരം ഇടപഴകുക, അതുപോലെ തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നണി പോരാളികളായി ഒരു ഘട്ടത്തിൽ നിന്നിരുന്ന പല നേതാക്കന്മാരെയും തള്ളിപ്പറയുക. ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീ VM സുധീരൻ, അദ്ദേഹം കഴിഞ്ഞ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. പക്ഷെ VM സുധീരന്റെ ഒരു അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്ന നേതൃത്വം യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്തില്ല. സുധീരൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ പാഞ്ഞു വന്നെതിർക്കുന്ന പുതുമഴയത്ത് പിറവികൊണ്ട ചില തകരകൾ
രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ VM സുധീരനെ ചോദ്യം ചെയ്യുന്ന കാഴ്ച കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമിതിയിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിശക്തമായ നേതൃത്വം നൽകിയ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ ഏറ്റവും വലിയ അപമാന ഭാരത്തോടു കൂടിയാണ് KPCCയുടെ പടി ഇറക്കി വിട്ടത്. ആ പടി ഇറക്കി വിട്ടതിന് ശേഷം അദ്ദേഹം KPCCയിലേക്ക് പിന്നീട് പോയിട്ടുള്ളത് വളരെ അപൂർവമായിട്ടാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കടന്നു വന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ദിരാഭവനിലേക്ക് എത്തിയത്. തന്നെ അപമാനിച്ച് വിട്ടവരോടുള്ള മാനസിക പിരിമുറുക്കം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ശ്രീ മുല്ലപ്പള്ളിയെ വേണ്ടുന്ന രീതിയിൽ കൂടെ കൊണ്ടു നടക്കാൻ ഇപ്പോഴത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് സാധിക്കുന്നില്ല. നോക്കൂ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന പേരുകൾ ജയന്തിന്റെയും പാലോട് രവിയുടെയും ഒക്കെ പേരുകളാണ്. എന്തൊരു അപഹാസ്യമായ രീതിയിലേക്കാണ് ഈ പാർട്ടി എത്തപ്പെടുന്നത്. ആരാണ് ഇത്തരം പേരുകൾ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. സാധാരണ പ്രവർത്തകന്മാർ രക്തം നൽകി വിയർപ്പൊഴുക്കി സംരക്ഷിച്ച കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം സോഷ്യൽ മീഡിയയിലാകെ അതിശക്തമായിട്ടുള്ള പോരാട്ട വീര്യം കാണിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ ഓരോ ദിവസവും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം മുന്നോട്ട് വരികയാണ്. ഇതിനാര് കൂച്ചുവിലങ്ങിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയം അവിടെ ബാക്കി നിൽക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്ത, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടായി മാറുന്ന അതിദാരുണമായിട്ടുള്ള ഒരു അന്ത്യകൂദാശയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ വരെ സുധാകരനെ മാറ്റും എന്ന് പറഞ്ഞ പാർട്ടി ഇന്ന് സുധാകരൻ തുടരട്ടെ എന്ന് പറയുന്നത്. എന്ത് സംഭാവനയാണ് അദ്ദേഹത്തിന് ഇനിയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകാൻ വേണ്ടി സാധിക്കുക എന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിരോധമല്ല നമ്മൾ ഈ സംസാരിക്കുന്നതിന് പിന്നിൽ. പക്ഷേ കോൺഗ്രസിനെ അതിശക്തമായി തിരിച്ചു കൊണ്ടുവരാനുള്ള മാനസിക കരുത്തുള്ള, ഇന്റലക്ച്വൽ വൈബ്രൻസി ഉള്ള ഒരു ലീഡർഷിപ്പ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ പുനഃസംഘടനാ വഴി ഈ പാർട്ടിയുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മിറ്റികളിലേക്കും കടന്നു വരിക തന്നെ വേണം. അല്ലെങ്കിൽ ഒരു വട്ടം കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വെറുതെ മുഖമുയർത്തി നോക്കി നിൽക്കേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസിന്.